നമസ്കാരം. ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റായി കടന്നു വരാൻ പോകുന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത്. അതായത് ഊർജത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഗ്രഹമാണ് ചൊവ്വ. ചൊവ്വ അതിൻ്റെ രാശിമാറ്റം നടത്താനായി പോവുകയാണ്. അതായത് നമ്മൾ ഭാരതീയരുടെ ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ ചലനം സമയത്തിൻ്റെ താളമെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഓരോ ഗ്രഹമാറ്റവും നമ്മളിൽ ഓരോരുത്തരിലും, അതായത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പുതിയ ഊർജത്തെയാണ് നിറയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായി 2025 ഡിസംബർ 7 ചൊവ്വ, അതായത് ചൊവ്വയെ പൊതുവെ ചുവന്ന ഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ചൊവ്വ വൃശ്ചിക രാശിയിൽ നിന്നും ധനു രാശിയിലേക്കാണ് സംക്രമിക്കുവാനായി പോകുന്നത്. നമ്മൾ ഏവരും മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ചൊവ്വ എന്നത് വെറും ഒരു ഗ്രഹമല്ല. അത് നമ്മുടെ ഉള്ളിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ധൈര്യം, നിശ്ചയദാർഢ്യം, അതേപോലെ ഊർജ്ജസ്വലമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, പോരാട്ട വീര്യമുണരാൻ, അങ്ങനെ ലക്ഷ്യബോധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ എന്നിവയുമൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വ. അപ്പോൾ ഈ ഒരു ഗ്രഹത്തിന്, ചൊവ്വയ്ക്ക് അഗ്നിയുടെ ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ചൊവ്വയുടെ രാശിമാറ്റം അഗ്നിശക്തിയാണ് ഈ കുറച്ച് നക്ഷത്രക്കാരിലേക്ക് ചെലുത്താനായി പോകുന്നത്. ചൊവ്വ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് കടക്കുമ്പോൾ ഒരു ഊർജത്തിൻ്റെ സ്വഭാവമാണ് മാറുന്നത്. ഇപ്പോൾ 7-ാം തീയതി സൂക്ഷ്മമായ ഒരു വിശകലനം പ്രകാരം പറയുമ്പോൾ ധനുരാശിയിലേക്ക് ചൊവ്വ എത്തുന്നതിലൂടെ തന്നെ ഒരു ദീർഘദൂര ലക്ഷ്യങ്ങളാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. അറിവ് വർദ്ധിക്കും, യാത്രകൾ ഒരുപാട് ചെയ്യുവാനുള്ള ഭാഗ്യമുണ്ടാകും. അതുകൂടാതെ യാത്രകൾ ചെയ്യുന്നതിലൂടെ ഗുണകരമായ അല്ലെങ്കിൽ ലാഭകരമായ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകും, ആത്മീയമായ വളർച്ചയുണ്ടാകും എന്നിവയിലൊക്കെ ആയിരിക്കും ചൊവ്വയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിൻ്റെ ഒരു മാറ്റം വന്നു ചേരുമ്പോൾ കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അറിവ് വർദ്ധിക്കുന്നതാണ്. വളരെ വലിയ മാറ്റങ്ങളാണ് ഡിസംബർ 7-ാം തീയതി മുതൽ ചൊവ്വ ഇവിടെ പ്രദാനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റത്തെ അതീവ പ്രാധാന്യത്തോട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ജ്യോതിഷത്തിൽ മഹാപുരുഷ യോഗങ്ങളിൽ ഒന്നായ രുചക യോഗമാണ് ഇതിൻ്റെ ഫലമായി കുറച്ച് നക്ഷത്രക്കാർക്ക് ആരംഭമാകാനായി പോകുന്നത്. അപ്പോഴാദ്യം തന്നെ മനസ്സിലാക്കുക, രുചക യോഗം എന്നത് ചൊവ്വയുമായി ബന്ധപ്പെട്ട വളരെയധികം കേമമായ ഫലങ്ങൾ നൽകുന്നതായ ഒരു രാജയോഗമാണ്. അപ്പോൾ ഈ യോഗം ലഭിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ധൈര്യം വന്നു ചേരും. ഏതു കാര്യത്തെയും ധൈര്യം നേരിടാൻ ഒരു ധൈര്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ സൈനികരെ പോലെയുള്ള ഒരു ലക്ഷ്യബോധം, ഏറ്റവും ലോകത്ത് ലക്ഷ്യബോധമുള്ള വ്യക്തികളാണ് സൈനികർ. ഒരു ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യം നിറവേറ്റി വന്നു ചേരുന്നവരാണ്. അപ്പോൾ അതേപോലെ ഒരു ലക്ഷ്യബോധം ഇവിടെ ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ചൊവ്വ പ്രദാനം ചെയ്യുന്നതാണ്. അതേപോലെ അസാമാന്യമായ നേതൃത്വ പാടവം, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നതാണ്. ശത്രുക്കളെ അതിജീവിക്കാനുള്ള കഴിവ്. ഇനി ശത്രുക്കൾ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ ചെയ്തികൾ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഭയന്നിരിക്കേണ്ട ആവശ്യം ഇവിടെ കഴിയുകയാണ്. ഡിസംബർ 7-ാം തീയതി മുതൽ ശത്രുക്കളിൽ വിജയം കണ്ടെത്താൻ, അതായത് ശത്രുക്കളെ പരാജയപ്പെടുത്തി വിജയം കണ്ടെത്താനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഭൂമി, സ്ഥലം, ഉദ്യോഗം എന്നിവയിൽ നിന്നൊക്കെയും ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ ആ ഒരു സമയം കൂടിയാണ് രുചക യോഗം നിമിത്തം തുടങ്ങുന്നത്. അതായത് ഡിസംബർ 7 ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം വന്നു ചേരാനായി പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം, ഒരു യോഗം നമ്മൾ മനുഷ്യരുടെ ജാതകത്തിൽ സജീവമാകുമ്പോൾ നമ്മൾ ഇത്രയും കാലം ഏത് കാര്യത്തിനെയാണോ ഭയപ്പെട്ടിരുന്നത് ആ കാര്യങ്ങളെല്ലാം ഒരു വെല്ലുവിളിയായി നമുക്ക് ഏറ്റെടുത്ത് വിജയത്തിൽ എത്തിക്കാൻ സാധിക്കുന്ന സമയം തുടങ്ങുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പരാജയത്തിൻ്റെ ആ ഒരു തലവര നമ്മൾ മായ്ച്ചു കളഞ്ഞു. വിജയത്തിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്കാണ് ചൊവ്വ നമ്മളെ സജീവമാക്കാനായി പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ രാശിക്കാർക്കും ചൊവ്വയുടെ ഈ ഒരു സംക്രമണം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ രുചക യോഗത്തിൻ്റെ രാജകീയമായ ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ ചൊവ്വയുടെ പ്രത്യേക ഈ സ്ഥാന കാരണം അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ ലഭിക്കാൻ പോകുന്നത് 5 രാശിക്കാർക്കാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ തലവരെയാണ് ഡിസംബർ 7-ാം തീയതി മുതൽ ചൊവ്വ മാറ്റിക്കുറിക്കാനായി പോകുന്നത്. അപ്പോൾ ആ 5 രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.
ഡിസംബർ 7 മുതൽ ആരംഭിക്കുന്ന ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം രൂപം കൊള്ളുന്ന രുചക യോഗത്തിൻ്റെ രാജകീയ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്ന 5 രാശിക്കാരിൽ പ്രധാനപ്പെട്ട 5 രാശിക്കാരിൽ ആദ്യത്തെ രാശിയായി പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രക്കാർക്ക് ചൊവ്വ നിങ്ങളുടെ ഭാഗ്യഭാവത്തിലേക്കാണ് ഡിസംബർ 7 തീയതി മുതൽ കടക്കുവാനായി പോകുന്നത്. ഇവിടെ രുചകയോഗം ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരു പുതിയ വാതിലാണ് ഡിസംബർ മാസം മുതൽ തുടങ്ങാനായി പോകുന്നത്, അല്ലെങ്കിൽ തുറക്കപ്പെടുന്നത് മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക്. അതിൽ എടുത്തു പറയേണ്ടത് ഉന്നത വിദ്യാഭ്യാസ യോഗം തെളിയുമെന്നതാണ്. അപ്പോൾ ഇവിടെ വിദ്യ കൊണ്ട് പാതി വഴിയിൽ മുടക്കപ്പെട്ട് പഠിക്കുന്നതിന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല, വിദ്യ പാതി വഴി തടസ്സപ്പെട്ടു എന്ന് കരുതിയിരുന്ന നമ്മുടെ കുഞ്ഞു മക്കൾക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇത് ഭാഗ്യമായി മാറുന്നത്. കൂടാതെ എല്ലാ ആളുകൾക്കും വിദ്യാ വിജയം നേടിയെടുക്കുവാനായി സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പഠനം അല്ലെങ്കിൽ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് അതിനുള്ള അനുമതി ലഭിക്കും. അത് വിദേശത്തായിക്കൊള്ളട്ടെ സ്വദേശത്തായിക്കൊള്ളട്ടെ അതിനുള്ള ഭാഗ്യം ഇവിടെ ചൊവ്വ ഡിസംബർ 7 തീയതി മുതൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. വിദേശ യാത്ര, ഓരോ ആളുകളും വിദേശത്ത് പോയി കുറച്ച് ധനം സമ്പാദിച്ച് സന്തോഷമായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ചില ആളുകൾക്ക് അത് എളുപ്പം സാധ്യമാകുമെങ്കിൽ പോലും മറ്റു ചിലർക്ക് അതൊരു ബാലികേറ മലയായിട്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ചെറിയൊരു പോയിന്റിൽ വെച്ചൊരു പിടുത്തമുണ്ടായി പിന്നെ പോകുന്നത് ആകെ മുടക്കമായി മാറുന്നുണ്ട്. അതായത് 90% കാര്യങ്ങളും ശരിയായിട്ട് ഒരു 10% തെറ്റ് വന്ന് പാതി വഴിയിലായി ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കുന്നു. ഒരുപാട് ആളുകൾ അങ്ങനെ പരാതി പറയുന്നതുകൊണ്ട് അല്ലെങ്കിൽ വിഷമങ്ങൾ പറയുന്നതുകൊണ്ട്. എന്നാൽ ഇവിടെ രുചക യോഗം ചൊവ്വ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിമിത്തം ഇവിടെ മേടം രാശിയിൽ വരുന്ന ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നതിന് തടസ്സം നേരിട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ വിഷമത്തെ നിങ്ങൾ മായ്ച്ചു കളയുക. നിങ്ങളുടെ തലവരെ തെളിയാൻ പോവുകയാണ്. അതായത് ഈ ഡിസംബർ 7 തീയതി മുതൽ വിദേശ യാത്രയ്ക്കുള്ള അനുമതി നിങ്ങളിലേക്ക് വന്നു ചേരും. കൂടാതെ ആത്മീയമായ പല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇവിടെ ആത്മീയ നേട്ടം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവാധീനം വന്നു ചേരും എന്നതാണ്. അതായത് നമ്മൾക്ക് ഏത് പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ദൈവാധീനം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തി കൊണ്ട് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. അതായത് നമ്മൾ പ്രവൃത്തി പൂർണ്ണമായി ചെയ്തു തീർത്താൽ നമുക്ക് ബോധ്യമുണ്ട്, പക്ഷേ അവിടെ ഒരു പോസിറ്റിവിറ്റി നിലനിൽക്കണം. ആ പ്രവൃത്തി കൊണ്ട് നമ്മളിലേക്ക് എന്നേക്കുമായിട്ടുള്ളൊരു നേട്ടം വന്നു ചേരണമെങ്കിൽ അതിനെ നാന്ദി കുറിക്കുന്ന പ്രധാന ഘടകം ദൈവാധീനം എന്ന് തന്നെയാകുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മുതിർന്നവരും നമ്മുടെ അപ്പനപ്പന്മാർ പറഞ്ഞു തരാറുണ്ട്, എപ്പോഴും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ആദ്യമേ ദൈവത്തെ പ്രാർത്ഥിച്ച് നെറ്റിയിൽ അല്പം ചന്ദനക്കുറിയോ അല്ലെങ്കിൽ ഭസ്മമോ സിന്ദൂരോ അണിഞ്ഞിട്ട് നീ ഇറങ്ങിപ്പോയാൽ ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ ഫലമുണ്ടാകുമെന്ന് അതിനെ തന്നെയാണ് ദൈവാധീനം എന്നതുകൊണ്ടും ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചൊവ്വ നമുക്ക് അനുകൂലമായ ഒരു രുചക യോഗത്തെയാണ് ഡിസംബർ 7 തീയതി മുതൽ പ്രദാനം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മേടം രാശിക്കാർക്ക് ആത്മീയമായ നേട്ടങ്ങൾ ഉണ്ടാകും, ദൈവാധീനം വർദ്ധിക്കും, ഏറ്റെടുക്കുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊപ്പം അനുഗ്രഹം ഉണ്ടാകും, പോസിറ്റീവ് ഊർജം നിങ്ങളെ വലയം ചെയ്ത് കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇതിനൊക്കെയുള്ള സാധ്യത ഡിസംബർ 7 തീയതി മുതൽ തുടങ്ങുകയാണ്. മേടം രാശിക്കാർ ധൈര്യമായി തന്നെ മുന്നോട്ട് പോകൂ. ഇനി രണ്ടാമത്തെ രാശി ചിങ്ങം രാശിയാകുന്നത്. അതായത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായ ആളുകൾക്ക് ചൊവ്വയുടെ ഈ ഒരു സംക്രമണം ഡിസംബർ 7 തീയതി മുതൽ വളരെ മാറ്റം നൽകുന്നു. അതായത് പ്രേമിക്കുന്ന ആളുകളാണ് ചിങ്ങം രാശിക്കാരെങ്കിൽ നിങ്ങൾക്ക് ആ പ്രേമത്തിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. കുട്ടികളുമായി ബന്ധപ്പെട്ട് സന്തോഷമുണ്ടാകുന്നതാണ്. ചില സർഗാത്മകത, അതായത് ചില പ്രത്യേക കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ കഴിവുകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. നിക്ഷേപത്തിന് ബെസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് തുടങ്ങണം, അല്ലെങ്കിൽ അല്പം നിക്ഷേപം തുടങ്ങണം, അല്ലെങ്കിൽ ഒരു ചിട്ടി തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡിസംബർ 7 ശേഷമുള്ള സമയം അതിന് അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വഴിതിരിഞ്ഞ് വരുന്നതാണ്. എന്നിവയിലൊക്കെ വിജയം നിങ്ങൾക്കുണ്ടാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. നമ്മൾ ഏത് പ്രവൃത്തിയിലാണെങ്കിലും നമുക്ക് വിശ്വാസം, ധൈര്യമുണ്ടെങ്കിൽ ആ പ്രവൃത്തിയെ നമുക്ക് സധൈര്യം ഇറങ്ങി പുറപ്പെട്ട് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. ഇവിടെ ചൊവ്വ അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു കർമ്മനിരതനായി മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ്. ആശയങ്ങളൊക്കെ തീപ്പൊരി പോലെ കത്തിക്കയറുന്ന സമയമാണ്. അതുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായി മുന്നോട്ട് പോകും. ചിങ്ങം രാശിക്കാർക്കും ഇവിടെ ചൊവ്വ വളരെയധികം അനുകൂലമായ രുചക യോഗത്തെയാണ് ഡിസംബർ 7 തീയതി മുതൽ പ്രദാനം ചെയ്യാനായി പോകുന്നത്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നി രാശിക്കാർക്കും രുചയോഗം വളരെയധികം ഗുണങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. സുഖസ്ഥാനത്ത്, അതായത് 4ാം ഭാവത്താണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ ലാഭം, വീട് പണി പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന കന്യാശിക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇനി വീടൊന്ന് മോടി പിടിപ്പിക്കണം, എന്തെങ്കിലും പെയിൻ്റ് അടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകും. ഒരു വാഹന ഭാഗ്യം, വാഹനം മാറ്റി വാങ്ങാനുള്ള ഭാഗ്യം ഡിസംബർ 7 ശേഷം വന്നു ചേരുന്നതാണ്.
മാതൃതുല്യമായ പിന്തുണ, അതായത് മാതാവിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മാതൃസ്ഥാനീയരായിട്ട് അല്ലെങ്കിൽ അമ്മയുടെ സഹോദരിമാർ അവരെല്ലാം നമുക്ക് മാതൃതുല്യരായ ആളുകൾ തന്നെയാകുന്നുണ്ട്. അപ്പോൾ അവരിൽ നിന്നും ഗുണകരമായ ചില പിന്തുണകൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഉദ്യോഗത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാനും ഇവിടെ ചൊവ്വ അനുഗ്രഹിക്കുന്നുണ്ട്. അതും ഡിസംബർ 7-ാം തീയതി മുതൽ രുചക യോഗ ഭാവത്തിലാണ് കന്നിരാശിക്കാർക്ക് അനുഗ്രഹം ചൊരിയുന്നത്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരായ ആളുകൾക്ക് ചൊവ്വ നിങ്ങളുടെ 1-ാം ഭാവത്തിലേക്കാണ് ഡിസംബർ 7-ാം തീയതി മുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രുചക യോഗമില്ലെങ്കിലും ഇത് വ്യക്തിത്വത്തിൻ്റെ വലിയ ഒരു ഊർജവും ഉന്മേഷവും നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് പൊതുവെ പറഞ്ഞാൽ ഇപ്പോഴുള്ള ജീവിതത്തിലൊരു പൊളിച്ചടുക്കാണ് വരാൻ പോകുന്നത്. ഒന്ന് പൊളിച്ച് എഴുതാൻ പോവുകയാണ്. അതായത് പുതിയൊരു വ്യക്തിത്വമായി മാറാനായി നിങ്ങൾക്ക് സാധിക്കും. ശക്തിയില്ലാത്ത അവസ്ഥയിൽ നിന്ന്, ഒരു ശക്തിയില്ലാതെ ആകെ തളർന്നു കയറുന്ന അവസ്ഥയിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണ് വന്നു ചേരാനായി പോകുന്നത്. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കും. അത് തന്നെ നിങ്ങളുടെ വിജയത്തിൻ്റെ സൂചനയാകുന്നു. ഇനി നമുക്ക് അടുത്ത രാശി ഏതെന്ന് നോക്കാം. അടുത്തത് മകരം രാശിയാണ്. അതായത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരായ ആളുകൾക്കും ഇവിടെ രുചക യോഗം വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. അപ്രതീക്ഷിത നേട്ടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിട്ടി പോലെയുള്ള കാര്യങ്ങൾ, ചിട്ടി അടിക്കുന്നത്, ലോട്ടറി അടിക്കുന്നത്, അതേപോലെ നമ്മൾ ചില ധനം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ടാവും, അതായത് ലോണൊക്കെ എടുക്കുന്നതിന്. പക്ഷെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന കാര്യം നമുക്ക് നിമിഷ നേരം കൊണ്ട് ഡിസംബർ 7-ന് ശേഷം അപ്രതീക്ഷിതമായി നിങ്ങൾ ഇരിക്കുമ്പോൾ ലോൺ സാങ്ഷനായി എന്ന് പറഞ്ഞൊരു കോള് വരുന്നു. ഇതൊക്കെയാണ് അപ്രതീക്ഷിത ധനനേട്ടം എന്ന് പറയുന്നത്. അല്ലാതെ ദിനവും കിട്ടുന്ന സാലറി പെട്ടെന്ന് കിട്ടുന്നതിനെ നമുക്ക് അപ്രതീക്ഷിതമെന്ന് പറയാൻ സാധിക്കില്ല. അത് നമുക്ക് ദിനവും കിട്ടുന്ന കാര്യമാണ്, മാസാവസാനം കിട്ടുന്ന കാര്യം തന്നെ. പക്ഷെ അതല്ല, അപ്രതീക്ഷിതമായി നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ധനം വന്നു ചേരാനുള്ള ഭാഗ്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇനി വിദേശവുമായി ബന്ധപ്പെട്ട് അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്കും അവസരങ്ങൾ ധാരാളം വന്നു ചേരും. ചിലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുന്നതാണ്. ആത്മനിയന്ത്രണം ഉണ്ടാകുന്നതാണ്. എടുത്തുചാടിയുള്ള കാര്യങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് അനുമതി വന്നു ചേരാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ചൊവ്വയുടെ രാശിമാറ്റം നിമിത്തം, രുചക യോഗം ചൊവ്വ പ്രദാനം ചെയ്യുന്നത് നിമിത്തം ഡിസംബർ 7-ാം തീയതി മുതൽ സംഭവമാകുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ, അതായത് മറ്റ് ഗ്രഹങ്ങളുടെ നിലയും ദശാപഹാരങ്ങളും അനുസരിച്ചായിരിക്കും ഈ ഫലങ്ങളുടെ തീവ്രത കൂടുന്നതും കുറയുന്നതും. അപ്പോൾ ഇതൊരു പൊതുവായ ഫലപ്രവചനമാണ് എന്നതുകൂടി ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ ചൊവ്വയുടെ ഈ സംക്രമണം, ഇതിനെ നിങ്ങൾ വെറും ഒരു ഗ്രഹമാറ്റമായിട്ട് അല്ല കണക്കാക്കേണ്ടത്. ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ ഒരു അവസരമാണ്. നമ്മൾക്ക് ജീവിതത്തിലേക്ക് വിജയക്കുതിപ്പിനായിട്ടുള്ളൊരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുക. ഏത് മനുഷ്യരായാലും, പ്രത്യേകിച്ച് കുട്ടികൾ, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? വിദ്യ കൊണ്ട് എത്രത്തോളം ഉന്നതി കരസ്ഥമാക്കാൻ സാധിക്കും അത്രത്തോളം ഉന്നതിയിൽ എത്തുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക. ധൈര്യത്തോടു കൂടി പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ധൈര്യത്തോടു കൂടി തുടങ്ങുക. ഒന്നും ആലോചിക്കേണ്ട. ഇനി പിന്നോട്ടൊരു ചിന്തയ്ക്ക് പോകേണ്ട കാര്യമില്ല. ഊർജ്ജം വളരെയധികം അനുകൂലമായി നിൽക്കുന്ന സമയമാണ്. അതേപോലെ കായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരും നിങ്ങളും കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. കൂടാതെ വ്യായാമത്തിന് അല്പസമയം ചിലവാക്കുക. കൂടാതെ ഫിറ്റ്നസ്സൊക്കെ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് സമയക്രമം അനുസരിച്ച് മുന്നോട്ട് പോവുക. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ചൊവ്വ തീവ്രമായൊരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അമിതമായ ദേഷ്യം, അല്ലെങ്കിൽ ക്ഷമയില്ലാതെയുള്ള എടുത്തുചാട്ടം എന്നിവയൊക്കെ നിയന്ത്രിക്കണം. കൂടാതെ ബന്ധങ്ങളിലും സംയമനം പാലിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്താൻ വാക്കുകൾ കൊണ്ട് സാധിക്കും. അതായത് എന്തെങ്കിലും എടുത്തുചാടി പറയുന്നത് പിന്നീട് ഒരിക്കലും തേച്ചാലും മായ്ച്ചാലും മാറാത്ത വിധത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് വാക്കുകളൊക്കെ വളരെ നിയന്ത്രണത്തിൽ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഒരു തലവര മാറുകയാണ് ഈ ഒരു സമയം മുതൽ. അതായത് വളരെയധികം നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന സമയമാണ് 2025 ഡിസംബർ 7-ന്. ഒരു പുതിയ ഒരു യാത്രയ്ക്ക് തുടക്കമിടുകയാണ് എന്ന് മാത്രം കരുതിയാൽ മതി. ഒരുപാടൊന്നും ചിന്തിക്കേണ്ട. ഏറ്റവും വലിയൊരു കൈമുതലായിട്ടുള്ള നേട്ടങ്ങൾ ധാരാളം ഇവിടെ ചൊവ്വ രുചക യോഗം എന്ന നിലയിൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വരുന്ന ഗ്രഹമാറ്റം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ഒരുപാട് പുത്തൻ വാതിലുകൾ തുറക്കട്ടെ. 5 രാശിയിൽ ഉൾപ്പെടുന്നതായ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ വലിയ മാറ്റങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.